Acuplus Interior and Electronics. അധികാരം നൽകിയാൽ ആവശ്യമായ വികസന പദ്ധതികൾ നടപ്പാക്കാമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. 6 മാസത്തിനകം വികസന പട്ടിക തയ്യാറാക്കും. എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നും അദ്ദേഹം ഷൊർണൂരിൽ മാറാത്തത് മാറും വികസന ഷൊർണൂർ എന്ന പേരിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പറഞ്ഞു. ആദ്യത്തെ 45 ദിവസം അതിനുള്ളിൽ ഞങ്ങൾ ഒരു 5 കൊല്ലത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ബ്ലൂ പ്രിന്റ് ജനങ്ങളുടെ ഒപ്പം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഫൈനലൈസ് ചെയ്ത് മുമ്പോട്ട് വയ്ക്കും. എല്ലാ കൊല്ലം ഞങ്ങൾ ആ ഒരു റിപ്പോർട്ട് കാർഡ് ഈ കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്തു ജനങ്ങളുടെ മുമ്പോട്ട് വയ്ക്കും. ഈ കൊല്ലം ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ വാഗ്ദാനം, ഇത് ഞങ്ങൾ ചെയ്തു തന്നു. റിപ്പോർട്ട് കാർഡിൽ 90% ചെയ്തോ 60% ചെയ്തോ ജനങ്ങൾ തീരുമാനിച്ചു. അത് 5 കൊല്ലം ഞങ്ങൾ ചെയ്യും. ഓരോരോ നയാ പൈസന്റെ കണക്ക് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. എല്ലാ കൊല്ലം വെക്കും. ബഡ്ജറ്റിന്റെ സമയം ഞങ്ങൾ ഇതുവരെ എത്ര കാശ് ചെലവാക്കി മുനിസിപ്പാലിറ്റി, അത് എങ്ങനെ ചെലവാക്കി, എവിടെ ചെലവാക്കി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയോ ഇല്ലയോ എന്ന് ഞങ്ങൾ മുമ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് മുമ്പിൽ വെക്കും. 4ാമത്തെ ഉറപ്പ്, അഴിമതി രഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി മാത്രമല്ല, ഞങ്ങൾ അത് AI ടെക്നോളജിയും ഡിജിറ്റൽ ടെക്നോളജി വഴി ഞങ്ങൾ അത് 100% നരേന്ദ്രമോദി ചെയ്യുന്ന പോലെ ഉറപ്പാക്കി ഞങ്ങൾ അത് ചെയ്തു തരും എന്ന് എന്റെ ഉറപ്പ്. 5ാമത്തത്, ഡിജിറ്റൽ ടെക്നോളജി വഴിയും CSC വഴിയും എല്ലാ വാർഡിലും ഞങ്ങൾ ജനങ്ങളുടെ ഈ പബ്ലിക് സർവീസസിന് വേണ്ടി മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോകേണ്ട ആവശ്യം ഞങ്ങൾ അത് മാറ്റിയിട്ട് ജനങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും വേണ്ട സർവീസ് എല്ലാം ഡിജിറ്റൽ വഴി ഞങ്ങൾ ചെയ്തു തരും. ഒരു അഴിമതിയോ ഒരു ബ്രൈബ് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇരുമ്പുരുക്ക് വ്യവസായ മേഖലയിലെ കാർഷികോപകരണ നിർമ്മാതാക്കൾക്ക് GST ഇല്ലെങ്കിലും നിർമ്മാണ സാമഗ്രികൾക്ക് GST നൽകേണ്ടി വരുന്നത് പ്രതിസന്ധിയാണെന്ന് വ്യവസായികൾ പറഞ്ഞു. ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക്, ഒരു കാരക്കാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഇൻഡസ്ട്രിയൽ ഫോറം, അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കൊളപ്പുള്ളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ നേരെ മുമ്പിൽ ബീവറേജ് ആണ്. ഏറ്റവും ടച്ചറായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് അവിടെ. ഇതിനൊരു ഭംഗിയാക്കി മാറ്റാൻ അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരുപാട് തവണ ഇതിനുവേണ്ടി അവിടെ മുഴുവനും തട്ടുകടകളാണ്. ഇത് മിക്ക സഹാക്കന്മാരുടെയും തട്ടുകടകളാണ്. എന്നിട്ട് ദിവസം വാടക മേടിച്ചിട്ടാണ് ഇതൊക്കെ അവിടെ നടത്തുന്നത്. അപ്പൊ അവർക്ക് ഫുൾ സംരക്ഷണമാണ് അവിടെ. ഏറ്റവും വൃത്തികേടായി കിടക്കുന്ന ഒരു ഏരിയയാണ് കൊളപ്പുള്ളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ മുൻഭാഗം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ റോഡിന്റെ ഇരുവശങ്ങളാണ് ഒരു നാടിന്റെ ഭംഗി എന്ന് പറയുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് നാടിന്റെ ഭംഗി വരിക. ഇത് ആദ്യം അത് കൗൺസിലർമാരാണെങ്കിൽ ഓരോ സമയബന്ധിതമായിട്ട് അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ചെയ്തു വരുന്ന ഒരു കാര്യം, തൊഴിലുറപ്പിന്റെ ഒരു 19 ആളുകൾ ഒരു ഏരിയ മുഴുവൻ വൃത്തിയാക്കുക എന്നുള്ള രീതിയിലാണ്. ഇത് മാറ്റിയിട്ട് ഒരു 100 മീറ്റർ ഒരാൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ഇത് പല പ്രാവശ്യമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഇത്രയും ആളുകൾ ഒരു ഭാഗത്ത് തന്നെ നിൽക്കുന്നത്? ഒരു 100 മീറ്ററോ 200 മീറ്ററോ ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട് എന്നും ക്ലീൻ ആയിട്ട് നടക്കില്ലേ? ഇക്കാര്യത്തിന് ഉൾപ്പെടെയാണ് നഗരസഭ ഭരണം നൽകിയാൽ ആവശ്യമായ വികസനം നടപ്പാക്കാമെന്ന് അദ്ദേഹം മറുപടി നൽകിയത്. എല്ലാ പ്രശ്നങ്ങളും ചെറുതും വലുതും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് പ്രശ്നമാണ് അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് ഒരു ശക്തി കിട്ടും. അല്ലെങ്കിൽ പുറത്തിരുന്ന് ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ആരോട് സംസാരിച്ചു, ഒരു മെമ്മറാൻഡം കൊടുത്തു. പക്ഷെ ഒരു ഭരിക്കുന്ന ഒരു പാർട്ടി ആണെങ്കിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിന്റെ ലീഡർഷിപ്പ് നിർമ്മലാജിന്റെ ഒപ്പം ഇരിക്കാൻ അവർക്ക് ഒരു ക്രെഡിബിലിറ്റി ലോക്കസ് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതെല്ലാം ഒരു പുവർ ഗവർണൻസിന്റെ സിംറ്റംസ് ആണ്. ഇതെല്ലാം ഈ റോഡ് ബ്യൂട്ടിഫിക്കേഷനും മാലിന്യവും സ്ട്രീറ്റ് ലൈറ്റ് നടക്കാത്ത കാര്യങ്ങളെല്ലാം ഇതെല്ലാം എന്തിന്റെ ഫലമാണ്? ഭരണം നന്നായിട്ട് നടക്കുന്നില്ല, നഗരത്തിൽ നല്ല ഭരണമല്ല. അപ്പൊ ആദ്യം ആ ഭരണം ഫിക്സ് ചെയ്യുക. ഒരു നല്ല ഭരണം കൊണ്ടുവന്നാൽ ഇവിടുത്തെ ഇഷ്യൂസും ഇവിടുത്തെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞങ്ങൾ അധ്വാനിക്കും.
അതിന്റെ ഒപ്പം ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി വികസിത ഷൊർണൂരും നരേന്ദ്രമോദിന്റെ സർക്കാർ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാം. റെയിൽവേയുടെ സ്ഥലത്ത് മെഡിക്കൽ കോളേജ് വേണമെന്നും നിലവിലുള്ള ആശുപത്രിയിൽ സൗകര്യങ്ങളില്ലെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി VS സുധീഷ് പറഞ്ഞു. നമ്മൾ നോക്കി നിൽക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊട്ടടുത്ത് കിടക്കുന്ന എന്താ പറയാ ഭാരതപ്പുഴ പഴയ ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള ബൈപ്പാസ് വഴി ഇങ്ങനെ പോവാണ്. ഷൊർണൂരിലുള്ള നമുക്ക് ഒരു ട്രെയിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും തൊട്ടടുത്തുള്ള തൃശ്ശൂരോ അല്ലെങ്കിൽ പാലക്കാടോ പോകേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ അവിടെ ഉള്ളത്. ഈ ഭാഗത്തുനിന്ന് വരുന്ന നിലമ്പൂരിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും പാലക്കാട് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒക്കെ അതൊരു വിഷയമായിട്ട് അവിടെ ഉണ്ട്. ഇതിന് നമുക്കൊരു സ്ഥിരമായിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഷൊർണൂരിൽ നമ്മളൊരു ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്കവിടെ കൊണ്ടുവരാൻ സാധിക്കണം. അല്ലെങ്കിൽ എറണാകുളത്ത് ഈസ്റ്റ് നോർത്ത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം വരുന്ന മാതിരി ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷനെ വികസിപ്പിച്ചിട്ട് നമുക്ക് ഷൊർണൂർ ഈസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയൊരു റെയിൽവേ സ്റ്റേഷനും ഈ നിലവിലുള്ള റെയിൽവേ സ്റ്റേഷനും അതിനിടയ്ക്ക് ഒരു ബഗ്ഗി സർവീസ് മാതിരിയുള്ള ഒരു സംവിധാനം കൂടി കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള യാത്രക്കാർക്കും അത് ഉപകാരപ്പെടും. ഒരുപാട് ട്രെയിനുകളുമായിട്ട് നമ്മുടെ മലബാർ മേഖലയെ നമുക്ക് കണക്ട് ചെയ്യാനും സാധിക്കും. ഇക്കാര്യമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകി. BJP മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ, സിനി മനോജ്, EP നന്ദകുമാർ, അഡ്വക്കേറ്റ് P. അനിൽരാജ് എന്നിവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.